കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗിരിദേവനും ബാബനും കൂടി ഇരിക്കുകയാണ്. അപ്പൊ ഗിരിദേവൻ കണ്ണടച്ചിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗിരിദേവന്റെ മനസ്സുകൂടെ മണിമാളിയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഗിരിദേവൻ അതെല്ലാം അകക്കണ്ണി കാണുവാണ്. ഈ സമയം മണിമാളയ്ക്കുള്ളില് ഉണ്ണിമോളോടും ജീവയോടും ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മണിമാളയിലുള്ള ആ സ്ത്രീയും പുരുഷനും. കാരണം തങ്ങൾക്ക് ഫുഡ് കൊണ്ട് തരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഉണ്ണിമോളും ജീവയെ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേങ്കിൽ ഇനിയാണ് ഏറ്റവും വലിയ കാര്യം വരുന്നത്. അയാൾ പറഞ്ഞു, ജീവയോട് പറഞ്ഞു, നീ നിനക്ക് ഇഷ്ടപ്പെട്ട 3 പേരുടെ രൂപം മനസ്സിൽ സങ്കല്പിക്കാൻ പറയാണ്. ജീവ മനസ്സിൽ സങ്കല്പിച്ചു. ഒന്ന് അച്ഛന്റെ മുഖം, പിന്നെ അമ്മയുടെ മുഖം, പിന്നെ സുരയുടെ മുഖം. പിന്നീട് ഉണ്ണിമോളോട് ഇത് തന്നെ ആവശ്യപ്പെടുക. ഉണ്ണിമോളും മനസ്സിൽ വിചാരിച്ചു. അച്ഛന്റെ മുഖം ആഗ്രഹിച്ചു, മുത്തശ്ശിയുടെ, പിന്നെ ഗിരിദേവന്റെ മുഖം ആഗ്രഹിച്ചു. ഈ സമയം ഉണ്ണിമോള് ചോദിച്ചു, അതെന്തിനാ 3 മുഖങ്ങള് മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞെന്ന് ചോദിക്കുക. നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റും, പക്ഷെ പുറത്ത് കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഇതിനു മുമ്പുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഈ 3 മുഖങ്ങളിൽ ഒരു മുഖം മാത്രമായിരിക്കും. ആ മുഖങ്ങളിൽ ഏത് മുഖം വേണമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചോടാൻ പറയാണ്. ഈ പ്രിയപ്പെട്ട മുഖങ്ങളിൽ ഏതെങ്കിലും ഒരു മുഖം. ഇത് കേട്ടത് ഉണ്ണിമോളിൽ ഒരു ഞെട്ടലുണ്ടായി. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? എനിക്ക് ഈ 3 പേരും പ്രിയപ്പെട്ട, അപ്പൊ അവർ 3 പേരും എനിക്ക് വേണമെന്ന് പറയാം. ഇത് കേട്ട അയാൾ പറഞ്ഞു, അതൊന്നും സാധ്യമില്ല. ഏതെങ്കിലും ഒരു മുഖം മാത്രം നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുള്ളൂ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ. ഇത് കേട്ടത് ആ പുള്ളിക്കാരത്തി, ആ സ്ത്രീ പറഞ്ഞു, അല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പത്തെ ഒരു കാര്യങ്ങൾ, നിങ്ങളുടെ വീടോ സ്ഥലവോ നിങ്ങൾ ഇത്ര നാളും കളിച്ചു പറഞ്ഞ സ്ഥലമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകത്തില്ല. ആകെ നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ കാണാൻ ആഗ്രഹിക്കണം അങ്ങനെയുള്ള ആ ഒറ്റ ഒരു മുഖം മാത്രമായിരിക്കും. വേറെ ആരുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവില്ല. അച്ഛൻ്റെയോ അമ്മയുടെയോ ബന്ധുക്കാരുടെയോ ഒന്നും മുഖങ്ങളും ഉണ്ടാവില്ലെന്ന് പറയാം. ഇത് കേട്ട് ഉണ്ണിമോൾക്ക് ഭയങ്കര വിഷമായി. നിങ്ങൾ എന്താ പറയണേ? നിങ്ങൾക്ക് ഫുഡൊക്കെ കൊണ്ടു തരാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാന്ന് പറയണം? അതെ പറഞ്ഞല്ലോ, ഈ ഒരു മുഖം മാത്രം ഓർമ്മയുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ള ഫുഡുമായിട്ട് ഇങ്ങോട്ട് വന്നേക്കണം. വന്നില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനം ഉണ്ടാവില്ല. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ അവസാനം ഓർത്ത് ആ ഒരു മുഖം മാത്രമേ കാണത്തുള്ളൂ. വേറെ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഓർമ്മശക്തി തിരിച്ചു കിട്ടില്ല എന്ന് പറയാം. നിങ്ങൾ ആഹാരം കൊണ്ടുതന്ന് ഞങ്ങളെ തൃപ്തിപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ഉണ്ണിമോള് നിൽക്കുക. ഈ സമയം ബാബരി ഗിരിദേവനോട് ചോദിച്ചു, അല്ലേ ഗിരിദേവ, ഉണ്ണിമോൾ ഏത് മുഖങ്ങളൊക്കെയാ ഓർത്തേന്ന് ചോദിക്കുക. ഉണ്ണിമോളുടെ മനസ്സിലേക്ക് വന്ന മുഖങ്ങൾ ഏതൊക്കെയാണ്? ഇത് കേട്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോള് ആദ്യം വിചാരിച്ച ഉണ്ണിമോളുടെ അച്ഛനെയാണ്. കാരണം അച്ഛന്റെ സ്നേഹം ചെറുതിലെ അവൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴും അച്ഛന്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അപ്പൊ അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ഉണ്ണിമോൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ആഗ്രഹിച്ച മുത്തശ്ശീനെയാണ്. മുത്തശ്ശി എന്ന് പറഞ്ഞാൽ ഉണ്ണിമോൾക്ക് അത്ര പ്രിയപ്പെട്ടതാണ്. മുത്തശ്ശി ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നീട് 3ാമതോർത്ത് എന്റെ മുഖമാണെന്ന് പറയാം. കാരണം ഉണ്ണിമോൾക്കറിയാം ഏത് ആപത്തിൽ നിന്നും എപ്പോഴും രക്ഷിക്കുന്ന ഗിരിദേവനാണ്. ഗിരിദേവൻ കൂടെയുണ്ട്, ആപത്തുകളൊന്നും വരത്തില്ലാന്ന്. അപ്പൊ അയ്യപ്പസ്വാമി ഗിരിദേവന്റെ ഉണ്ണിമോളുടെ മനസ്സിലുണ്ട്. അയ്യപ്പസ്വാമി കൂടെ ഉണ്ടെങ്കിൽ ഒരാപത്തും വരില്ല എന്ന് ഉണ്ണിമോൾക്കറിയാം. അതുകൊണ്ട് എന്നെയാണ് ഉണ്ണിമോള് മനസ്സിൽ വിചാരിച്ചതെന്ന് പറയാം. അല്ലേ ഗിരിദേവ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതില് ഏത് മുഖമാണ് കൂടെ ഉണ്ടാവാനായിട്ട് ഉണ്ണിമോൾ ആഗ്രഹിക്കണമെന്ന് ചോദിക്കുക. ഗിരിദേവൻ പറഞ്ഞു, അവിടെയാണ് ഉണ്ണിമോൾ ഉചിതമായിട്ട് തീരുമാനം എടുക്കണ്ടേ. ഒരു പക്ഷേങ്കിൽ ഉണ്ണിമോൾ അവിടെ കൃത്യമായിട്ടുള്ള തീരുമാനം എടുത്തില്ലെങ്കിൽ ഒരിക്കലും ഉണ്ണിമോൾക്ക് മണിമാളികയിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ബാബര് പറഞ്ഞു, ഇപ്പം ഇനി എന്ത് ചെയ്യും? ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, അത് മാത്രമല്ല, ജീവ ഓർത്തു. ജീവ അവന്റെ അച്ഛന്റെ അമ്മയുടെ മുഖം എല്ലാം ഓർത്തു. പക്ഷേങ്കിൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അവന്റെ മനസ്സിൽ അവന് കൊണ്ടുവരുന്ന ഒരു മുഖം അവന്റെ കൂട്ടുകാരന്റെ മുഖമായിരുന്നു, സുരയുടെ മുഖമായിരുന്നു പറയാം. ഇത് കേട്ടപ്പം ബാബര് പറഞ്ഞു, അല്ല ഇനിയിപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ട് സുരയുടെ മുഖം മാത്രമല്ല അവന് ഓർമ്മയുണ്ടാവുള്ളൂ എന്ന് പറയാണ്. അതെ, ആ ഒരു മുഖം മാത്രം അവന്റെ മനസ്സിലുണ്ടായിരിക്കുള്ളൂ എന്ന് പറയാം. ഈ സമയത്ത് ഉണ്ണിമോളാണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. ഉണ്ണിമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഉണ്ണിമോള് പറഞ്ഞു, എനിക്ക് ഗിരിദേവന്റെ മുഖം മാത്രം മതി മനസ്സിൽ. ആ ഒരു മുഖം മതിയെങ്കിൽ ഗിരിദേവന്റെ മുഖം മതി. ജീവൻ മനസ്സിൽ വിചാരിച്ച് സുരയുടെ മുഖമാണ്, തനിക്ക് സുരേനെ കണ്ടാൽ മതി. അങ്ങനെ അവര് പറഞ്ഞു, മുഖമൊക്കെ മനസ്സിൽ ഓർത്തിട്ടുണ്ടല്ലോ, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു മുഖം മാത്രമേ കാണുള്ളൂ. ഇനി പുറത്തേക്ക് പൊക്കോളാനും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അവരെ കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ പുറത്തേക്ക് വന്റെ വാതിലിന്റെ അവിടെ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു, കൈ ചൂണ്ടുവാണ്. വാതിൽ തുറന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയണം. അറിയാന്ന് ഉണ്ണിമോള് പറയാ. ഇത് പറഞ്ഞ സ്ത്രീയും കൂടെ പോവാ. ഈ സമയത്ത് ജീവ പറഞ്ഞു, എനിക്ക് പുറത്തേക്ക് പോകണ്ട, ഞാൻ അറിഞ്ഞുകൊണ്ട് മണിയടിച്ചാ, ഞാൻ ഈ മണിമാളയിലേക്ക് കയറിയതാ, അതുകൊണ്ട് എനിക്കിനി പുറത്ത് പോകണ്ടെന്ന് പറയാം. ഉണ്ണിമോള് പറഞ്ഞു, എന്താ
മണ്ടത്തരെ പറയണേ, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തേ, നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് ചോദിക്കുക. ഈ സമയത്ത് ആ സ്ത്രീ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അതെ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിനക്ക് പറ്റില്ല എന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഈ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ 4 അതിരുകൾ വിട്ട് നിനക്ക് ഒരിടത്തേക്കും പോകാൻ പറ്റില്ലെന്ന് പറയാണ്. അങ്ങനെ ഒരിക്കലും നിനക്ക് പോകാന്നുള്ള വ്യാമോഹവും വേണ്ട, ഓടിപ്പോകാന്നൊരു ചിന്തയൊക്കെ ആണെങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേരെ. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറഞ്ഞിട്ട് അവരും കൂടെ കയറി പോവാ. ഉണ്ണിമോൾക്ക് വല്ലാത്ത സങ്കടമായി. ജയ് പറഞ്ഞു, വേണ്ട, ഞാൻ വരുന്നില്ല, നിന്നെ രക്ഷിക്കാൻ വേണ്ടി നിനക്ക് ഇവിടുന്ന് പുറത്തു പോകാലോ എന്നോർത്തോടെ ഞാൻ ഇത്ര സമയമൊന്നും മിണ്ടായിരുന്നേ, നീ പൊക്കോളാൻ പറയണം. ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നോടൊപ്പം വരാനും പറഞ്ഞുകൊണ്ട് ജീവയുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ലീല സതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ലീലയ്ക്കാണ് വല്ലാത്ത വിഷമം. ലീല പറഞ്ഞു, കുറെ സമയമായില്ലേ അവരകത്ത് പെട്ടുപോയിട്ട്, ഇപ്പൊ ഒരു പക്ഷെ എന്റെ മോൻ ഇറങ്ങിക്കാണോ പുറത്ത്? ഇത് കേട്ട് സതി പറഞ്ഞില്ല, നിന്റെ മോനെ മണിമാളയ്ക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്ന് പറയാം. അതെങ്ങനെ നിനക്ക് മനസ്സിലായത്? അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ആദ്യം സുരേനെ കാണാൻ ഇങ്ങോട്ടല്ലേ വരത്തുള്ളൂ, നിന്റെ അടുത്തേക്ക് ഒരിക്കലും വരത്തില്ല. കാരണം അവൻ നിന്നോട് പറഞ്ഞിട്ടാ പോയത്. അപ്പൊ അവൻ അങ്ങോട്ട് വരത്തില്ല, എന്റെ അടുത്തേക്കല്ലേ വരുള്ളൂ. എന്റെ അടുത്തേക്ക് ഇതിലായിട്ട് വന്നിട്ടില്ലോ. അപ്പൊ അതിനർത്ഥം എന്താ? അവൻ പുറത്തിറങ്ങിയിട്ടില്ലെന്നല്ലേ? അപ്പൊ ഇനി എന്ത് ചെയ്യും സതി? എന്ത് ചെയ്യാൻ പറ്റും? അവനും അകത്തായി പോയില്ലേന്ന് ചോദിക്കുക. എനിക്ക് എന്റെ മോനെ വേണം, എങ്ങനെയെങ്കിലും എനിക്ക് അവനെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയാം. ഈ സമയം സതിയെ വന്ന്, നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ മണിമാളിയിലേക്ക് പോകാൻ പോവാ. അവൻ അവിടെ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ അവനെ രക്ഷിക്കും, ഇല്ലെങ്കിൽ ഞാനും അവിടെ കിടന്ന് മരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് എന്റെ മോനാ വലുത്, എന്റെ മോനേക്കാളും വലുതായിട്ട് എനിക്ക് ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് ലീല അവിടെ നിന്ന് കൂടെ പുറത്തേക്ക് പോവാം, മണിമാളിയിലേക്ക് പോകാനായിട്ട്. ഈ സമയം ഉണ്ണിമോളും ജീവയും കൂടെ പുറത്ത് കിടന്നു. അപ്പം വാവരി ഗിരിദേവനോട് ചോദിച്ചു, അല്ലേ ഗിരിദേവ, ഉണ്ണിമോളുടെ മനസ്സിൽ ആയിരുന്നു ഉണ്ണിമോൾ ആഗ്രഹിച്ചിരുന്ന, കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാരായിരുന്നു ചോദിക്കുക. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, അത് ഞാനായിരുന്നു, എന്നെ തന്നെയാണ് കാണാനായിട്ട് അവൾ ആഗ്രഹിച്ചതെന്ന് പറയാ. എന്റെ രൂപമാണ് അവളുടെ മനസ്സിലുണ്ടായിരുന്നേ. അപ്പൊ ഉചിതമായ തീരുമാനം തന്നെ ഉണ്ണിമോൾ എടുത്തല്ലേന്ന് ചോദിക്കണം. അതേന്ന് പറയണം. ആ സമയത്ത് ഉണ്ണിമോളും ജീവയും കൂടെ അങ്ങോട്ട് വരുന്നേ. ഗിരിദേവനും വാവരി ഇരിക്കുന്നുണ്ടപ്പം ജീവിയുടെ ഇതേ ഇരിക്കുന്ന കേട്ടോ, അത് ഗിരിദേവൻ എന്റെ ഫ്രണ്ടാന്ന് പറയാം, വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജീവിയുടെ കൈ പിടിച്ചുകൊണ്ട് വരുവാണ്. ഗിരിദേവാന്ന് പറഞ്ഞ് ഓടി വരുവാണ്. ഈ സമയത്ത് വാവെ ഇങ്ങനെയുണ്ട്, വാവനെ നോക്കുവാണ് ഉണ്ണിമോള്. പക്ഷെ വാവനെ കണ്ടിട്ട് ഉണ്ണിമോൾക്ക് മനസ്സിലായൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു, അതെ, ഈ ചേട്ടനെ തീരെ വയ്യ, ഈ ചേട്ടനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഗിരിദേവ, ഈ ചേട്ടന് തീരെ വയ്യ, ആ വീട്ടിലുണ്ടായിരുന്നു, ഞാൻ ചെന്ന് ആ വീട്ടിലുണ്ടായിരുന്ന ചേട്ടന ഇതെന്ന് പറയാണ്. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അതിന് ഇവനൊരു അസുഖമില്ലോ എന്ന് പറയണ. അസുഖമില്ലേ? പോ ഗിരിദേവ, വെറുതെ കളിക്കരുത്, ഈ ചേട്ടന് ഭയങ്കര ചുമയും പനിയാന്ന് പറയാം. പെട്ടെന്ന് വാവര് പറഞ്ഞു, ഉണ്ണിമോൾക്ക് അതിന് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഈ 4 ചുവരുകൾക്കുള്ളിന്ന് അല്ലെങ്കിൽ ഈ അതിരുകൾക്കുള്ളിന്ന് ഉണ്ണിമോൾക്ക് പുറലോകത്തേക്ക് പോകാൻ പറ്റത്തില്ലോ എന്ന് പറയാം. പെട്ടെന്നാണ് ഉണ്ണിമോളെ കാര്യം ഓർത്ത്, ശരിയാണ് ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇവിടെ പെട്ടുപോയല്ലോ, അപ്പൊ എങ്ങനെ ഇനി ഇപ്പം ഈ ചേട്ടന്റെ ജീവൻ രക്ഷിക്കും? പെട്ടെന്ന് ഗിരിദേവനോട്, ഗിരിദേവ, എങ്ങനെയെങ്കിലും ഈ ചേട്ടന്റെ ജീവൻ രക്ഷിക്കണം, ഈ ചേട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയാം. ഇത് ചേട്ടൻ പറഞ്ഞു, അതിന് അവനൊരു അസുഖം ഇല്ലോ എന്ന് പറയുവാണ്. അസുഖമില്ലേ? ഉണ്ട് ഗിരിദേവ, അവന് അസുഖമില്ല എന്ന് പറയാണ്. ഈ സമയം വാവര് പറഞ്ഞു, അതൊക്കെ ഗിരിദേവന്റെ ഒരു തന്ത്രമല്ലായിരുന്നു ചോദിക്കും. ഗിരിദേവന്റെ തന്ത്രമോ? എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറയാം. അതെ, ഒരസുഖമില്ലായിരുന്നു, ഉണ്ണിമോളെ ജീവനെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഗിരിദേവനൊരു നമ്പർ ഇട്ടാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റിയെന്ന് പറയാ. ഉണ്ണിമോൾക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ അവര് പറഞ്ഞു, ശരിക്കും അസുഖമൊന്നുമില്ല ജീവിക്ക്, പക്ഷേങ്കില് അവനൊരു അസുഖം ഉണ്ടാക്കിച്ചാന്ന് പറയാണ്. അപ്പൊ ഉണ്ണിമോൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ സമയം ജീവി അങ്ങോട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു, അല്ല ഗിരിദേവ, ഗിരിദേവൻ എങ്ങനെയാ ഇതൊക്കെ? അതോ, എനിക്കറിയാന്ന് ഞാൻ പറഞ്ഞില്ലേന്ന് പറയാണ്. പെട്ടെന്ന് ബാബരെ നോക്കണം ഉണ്ണിമോള്. അപ്പൊ ഗിരിദേവൻ ചോദിച്ചു, ഇത് ആരാന്ന് മനസ്സിലായെന്ന് ചോദിക്കും. ഇല്ല, എനിക്ക് മനസ്സിലായില്ലെന്ന് പറയാം. അതെ, ഒരസുഖങ്ങളുണ്ട്, ഉണ്ണിമോൾക്കും ജീവിക്കിപ്പോ ഒരു അസുഖമുണ്ടെന്ന് പറയാണ്. എന്തസുഖം? നിങ്ങൾക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് പറയണ. അയ്യോ ഗിരിദേവ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇത് ഉണ്ണിമോൾക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ഈ സമയത്താണ് കല്ലും ജയേന്ദ്രനും കൂടെ അങ്ങോട്ട് വരുന്നേ. ഉണ്ണിമോളെ കണ്ടതും ചൊറിഞ്ഞു, എത്ര സമയം ഞങ്ങൾ അന്വേഷിച്ച് നടക്കുന്നേ, നിങ്ങൾ ഇത് എവിടെ പോയിരിക്കുമായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഉണ്ണിമോളോട്. ഉണ്ണിമോള് പറഞ്ഞു, ഞാനെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഉണ്ണിമോൾക്ക് എന്താന്ന് പോലും മനസ്സിലായില്ല. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, അതെ, ഉണ്ണിമോളോട് കൂടുതലൊന്നും ചോദിക്കണ്ട, ഉണ്ണിമോൾക്കൊന്നും അറിയത്തില്ല, ഉണ്ണിമോള് പറയില്ല എന്ന് പറയാം. അപ്പൊ കല്ല് പറഞ്ഞു, ഉണ്ണിമോൾക്ക് എന്ത് പറ്റി? ഉണ്ണിമോൾക്ക് ഓർമ്മശക്തി ഇല്ല എന്ന് പറയാം, ആകെ എന്നെ മാത്രം അറിയത്തുള്ളൂ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരൊരു ഞെട്ടലോട് കൂടിയിട്ട് ഉണ്ണിമോളെ നോക്കുക. ഉണ്ണിമോൾക്ക് എന്ത് പറ്റി ഗിരിദേവാന്നും പറഞ്ഞുകൊണ്ട് ഓടി ഗിരിദേവന്റെ അരിയിലേക്ക് വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല.
അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ണിമോൾക്ക് ഉണ്ടാവും. അത് മാത്രമല്ല ഇനിയിപ്പോ ഹനുമാൻ സ്വാമി ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.